ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് സോഷ്യൽ ഫസ്റ്റ് യൂണിറ്റ് യൂറോപ്യൻ ട്രാൻസിഷൻ്റെ ടെക്സ്ച്വൽ ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ ഈ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഓൾറെഡി ആഡ് ചെയ്തതാണ്. ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻസ് വേണമെന്ന് പറഞ്ഞ കാരണം ഞാൻ ഈ വീഡിയോ ആഡ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻസ് എന്ന്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡിസ്ക്രൈബ് ദ ഇൻഫ്ലുവൻസ് ഓഫ് ഹ്യൂമാനിസം ഇൻ ദ ഫീൽഡ്സ് ഓഫ് ആർട്ട്, ലിറ്ററേച്ചർ ആൻഡ് സയൻസ്. എങ്ങനെയാണ് ഹ്യൂമാനിസം മാനവികത ആർട്ടിനെയും ലിറ്ററേച്ചറിനെയും സയൻസിനെയും ഇൻഫ്ലുവൻസ് ചെയ്തത്? എന്തൊക്കെ മാറ്റങ്ങളാണ് ഹ്യൂമാനിസം എന്ന് പറഞ്ഞാൽ എന്താ മാനവികത കൊണ്ടുവന്നത് എന്നാണ് ചോദിക്കുന്നത്. എങ്ങനെയാണ് ഹ്യൂമാനിസം മാറ്റങ്ങൾ കൊണ്ടുവന്നതെന്നാണ് ചോദിക്കുന്നത്. പല ഫീൽഡിലും അതിൻ്റേതായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് എഴുതുമ്പോൾ നമ്മൾ എഴുതേണ്ടത് മാറ്റങ്ങൾ എഴുതുന്നതിനേക്കാൾ മുമ്പ് നമ്മൾ എന്താണ് ഹ്യൂമാനിസം എന്ന് എഴുതണം. വേണ്ടേ? എന്താണ് ഹ്യൂമാനിസം എന്ന് എഴുതിയിട്ടാണ് അത് കൊണ്ടുവന്ന മാറ്റങ്ങൾ നമ്മൾ എഴുതുന്നത്. ഹ്യൂമാനിസം എന്താ? ഹ്യൂമാനിസം ഈസ് എ വിഷൻ പ്രൈമർലി കൺസേൺ വിത്ത് വേരിയസ് ആസ്പെക്ട്സ് ഓഫ് ഹ്യൂമൻ ലൈഫ്. അല്ലേ, ഹ്യൂമൻ ലൈഫിൻ്റെ വേരിയസ് ആസ്പെക്ട്സിന്, പല ഘട്ടങ്ങൾക്ക് അല്ലെങ്കിൽ പല ആസ്പെക്ട്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു വിഷനെയാണ് ഹ്യൂമാനിസം എന്ന് പറയുക. അതായത് ഹ്യൂമാനിസത്തിൽ മനുഷ്യനാണ് ഇമ്പോർട്ടൻ്റ്, മനുഷ്യൻ്റെ ജീവിതമാണ് ഇമ്പോർട്ടൻ്റ്. അതിനെയാണ് നമ്മൾ ഹ്യൂമാനിസം എന്ന് പറയുക. ആ വിഷനെയാണ് ഹ്യൂമാനിസം എന്ന് പറയുക. ഹ്യൂമാനിസം വരുന്നതിനേക്കാൾ മുമ്പ് കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് റിലീജിയനും ട്രഡീഷനും അങ്ങനെ നിലനിന്നിരുന്ന ആചാരങ്ങൾക്കൊക്കെയാണ്. പക്ഷേ ഹ്യൂമാനിസം വന്നതോടുകൂടി അതിനെയൊക്കെ മാറ്റിയിട്ട് എന്തിനായി ഇമ്പോർട്ടൻസ്? മനുഷ്യനും മനുഷ്യൻ്റെ ജീവിതത്തിനുമായി ഇമ്പോർട്ടൻസ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ഹ്യൂമാനിസത്തിൽ വന്നിട്ടുള്ള ഫീച്ചേഴ്സ് നോക്കാം. ലാറ്റിൻ ആൻഡ് ഗ്രീക്ക് ഗേവ് വേ ടു റീജിയണൽ ലാംഗ്വേജസ് ലൈക്ക് ഇംഗ്ലീഷ്, സ്പാനിഷ് ആൻഡ് ഫ്രഞ്ച്. ലാംഗ്വേജസ് ഏതായിരുന്നു? ബുക്സൊക്കെ എഴുതുകയാണെങ്കിലും കൂടുതൽ ലാറ്റിനിലും ഗ്രീക്കിലും ഒക്കെ എഴുതിയിരുന്നത്. പക്ഷേ ഹ്യൂമാനിസം വന്നതോടുകൂടി റീജിയണൽ ലാംഗ്വേജ്, ആ നാട്ടിലുള്ള ലാംഗ്വേജസ് ആയിട്ടുള്ള ഇംഗ്ലീഷും സ്പാനിഷിലും ഫ്രഞ്ചിലുമൊക്കെ കൃതികൾ വന്നു തുടങ്ങി. കോമൺ മാൻ വാസ് ദ സെൻട്രൽ തീം ഓഫ് റൈറ്റേഴ്സ് വർക്ക്സ്. റൈറ്റേഴ്സിൻ്റെ സെൻട്രൽ തീം, അതായത് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് എന്തിനാ? മനുഷ്യൻ്റെ ജീവിതത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് പിന്നീട് ഇറങ്ങിയിരുന്ന ബുക്സുകളൊക്കെ ഇറങ്ങിയിരുന്നത്. ജീവിതകഥ അല്ലെങ്കിൽ മനുഷ്യന്മാരുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റോറീസില്ലേ, അങ്ങനത്തെ സ്റ്റോറീസാണ് വന്നിരുന്നത്. തേർഡ് വൺ എന്താ പറയുന്നത്? ലിറ്ററേച്ചർ വാസ് നോ ലോങ്ങർ കൺഫൈൻഡ് ടു റിലീജിയൻ ആൻഡ് ഫിലോസഫി ആൻഡ് ഡിപ്പിക്റ്റഡ് ഡൈവേഴ്സ് ആസ്പെക്ട്സ് ഓഫ് ഹ്യൂമൻ ലൈഫ്. ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ ലിറ്ററേച്ചറിൽ റിലീജിയനും ഫിലോസഫിയും മാത്രമല്ല വന്നിരുന്നത്, എന്തും വന്നിരുന്നു. ജീവിതത്തിൻ്റെ പല ആസ്പെക്ട്സും, പല ഘടകങ്ങളും പല കാര്യങ്ങളും മനുഷ്യനുമായി ബന്ധപ്പെട്ടത് വന്നിരുന്നു ലിറ്ററേച്ചറിൽ മാത്രമല്ല ചേഞ്ചസ് വന്നത്, എന്തിലും വന്നിരുന്നു? ആർട്ട് ഫോംസിലും വന്നിരുന്നു. പെയിൻറ്റിങ്ങിലും, സ്കൾപ്ചർ എന്ന് പറഞ്ഞാൽ എന്താ? കൊത്തുപണികളിലും ആർക്കിടെക്ചറിലും ഒക്കെ അതിൻ്റേതായ മാറ്റങ്ങൾ വന്നിരുന്നു. The new spirit of humanism inspired unique thoughts on the universe and human life. ഈ ഹ്യൂമാനിസം എന്ന് പറഞ്ഞാൽ, ഈ മാനവികത എന്ന് പറഞ്ഞാൽ ഈ ഒരു കൺസെപ്റ്റ് മനുഷ്യന്മാരുടെ ഇടയിൽ പുതിയൊരു ഉണർവ് തന്നെ ഉണ്ടാക്കി എന്ന് പറയുന്നുണ്ട്. ഇറ്റ് പ്രൊമോട്ടഡ് റീസണിങ് ആൻഡ് സ്പിരിറ്റ് ഓഫ് എൻക്വയറി. റീസണിങ് എന്ന് പറഞ്ഞാൽ ന്യായവാദവും സ്പിരിറ്റ് ഓഫ് എൻക്വയറി. എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അത് നടക്കുന്നത്, അല്ലേ? എന്തുകൊണ്ടാണ് അത് നടക്കുന്നത് എന്നും കൂടി ആൾക്കാർ ചിന്തിച്ചു തുടങ്ങി. അപ്പോൾ അതൊക്കെ ഹ്യൂമാനിസത്തിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. It led to a new awakening in all spheres of life in Europe and is known as Renaissance. അത് എന്തിനുണ്ടാക്കി? പുതിയൊരു അവേക്കനിങ്, പുതിയൊരു ഉണർവുണ്ടാക്കി. എല്ലാ സ്ഫിയറിലും എല്ലാ ഏരിയാസിലും ഒരു ഉണർവുണ്ടാക്കി യൂറോപ്പിൽ. അതാണ് പിന്നീട് റിനൈസൻസ് എന്ന് അറിയപ്പെട്ടത്. ഓക്കെ, അപ്പോൾ ഹ്യൂമാനിസം കൊണ്ടുവന്ന ചേഞ്ചസ് കൊണ്ടാണ് എന്തുണ്ടായത്? റിനൈസൻസ് ഉണ്ടായത്. റിനൈസൻസിനും അതിൻ്റേതായ ചേഞ്ചസ് ലിറ്ററേച്ചറിലും സയൻസിലും ആർട്സിലും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് ഇനി നമ്മൾ നോക്കുന്നത്. റിനൈസൻസ് ഇൻ ലിറ്ററേച്ചറിൽ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത് എന്താ? ഇമ്പോർട്ടൻറ്റ് റൈറ്റേഴ്സ് ആരായിരുന്നു, അവരുടെ ഫേമസ് വർക്ക്സ് എന്തായിരുന്നു. ഇതിലെ മെയിൻ റൈറ്ററും അവരുടെ മെയിൻ വർക്കും മാത്രമേ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ബാക്കി കൂടി ഇൻക്ലൂഡ് ചെയ്ത് എഴുതാം. Petrarch was the eminent writer of Renaissance period. He is known as the father of Renaissance. The magnum opus of Petrarch is Secretum. അല്ലേ, റിനൈസൻസ് ഇൻ ലിറ്ററേച്ചറിൽ എന്താ പറയുന്നത്? ഇതിൽ എത്രേ പറയുന്നുള്ളൂ. ഫേമസ് റൈറ്റർ ആരായിരുന്നു? അദ്ദേഹത്തിൻ്റെ മോസ്റ്റ് ഫേമസ് റൈറ്റിംഗ് എന്തായിരുന്നു? Petrarch ആണ് മോസ്റ്റ് ഫേമസ് റൈറ്റർ. അദ്ദേഹം ഫാദർ ഓഫ് റിനൈസൻസ് ആയും അറിയപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ മാഗ്നം ഓപ്പസ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഫേമസിനെയാണ് നമ്മൾ എന്ത് പറയുക? മാഗ്നം ഓപ്പസ് എന്ന് പറയുക. സെക്രീറ്റം ആയിരുന്നു പെട്രാക്കിൻ്റെ മാഗ്നം ഓപ്പസ്. റിനൈസൻസിൻ്റെ ആർട്ടിൽ പറയുന്നതിലും ആർട്ടിൽ ഇൻഫ്ലുവൻസ് വന്നിരുന്നത് പെയിൻറ്റിങ്ങിലായിരുന്നു.
ആ കാലത്തെ റിനൗണ്ട് ആയിട്ടുള്ള പെയിൻറ്റർ ആയിരുന്നു ലിയാനഡോ ഡാവിഞ്ചി. അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള പെയിൻറ്റിങ്സ് ആയിരുന്നു ദ ലാസ്റ്റ് സപ്പറും ദ മൊണാലിസയും. അദ്ദേഹത്തിൻ്റെ ഫേമസ് പെയിൻറ്റിങ്സ് ആയിരുന്നു. മൊണാലിസ നിങ്ങൾക്കറിയാം, ആ പിക്ചറിൽ ഒരു ലേഡിയുടെ പിക്ചറാണ് വരച്ചിട്ടുള്ളത്. നമ്മൾ ഏത് ഭാവത്തിലാണോ നമ്മൾ ആ പെയിൻറ്റിങ്ങിനെ നോക്കുന്നത്, നമ്മൾക്ക് സന്തോഷം വന്നിട്ട് നോക്കുകയാണെങ്കിൽ ആ പെയിൻറ്റിങ്ങിലുള്ള ലേഡി നമ്മളെ നോക്കി ചിരിക്കുന്നത് പോലെയും, നമ്മൾ ദുഃഖത്തിലാണ് നോക്കുന്നതെങ്കിൽ ആ പെയിൻറ്റിങ്ങിലുള്ള ലേഡി നമ്മളെ നോക്കി സങ്കടത്തോടെ നോക്കുന്ന പോലെയും നമുക്ക് തോന്നും. അതുപോലെ തന്നെ നമ്മൾ ഏത് സൈഡിൽ നിന്നാണോ നോക്കുന്നത് ആ സൈഡിലേക്ക് ആ പിക്ചറിലുള്ള ലേഡി നമ്മൾ നോക്കുന്നത് പോലെയും തോന്നും. ദ ലാസ്റ്റ് സപ്പർ ബൈബിളിൽ വരുന്നതാണ്. ലാസ്റ്റ് സപ്പർ, അവസാനത്തെ അത്താഴം എന്ന് പറയില്ലേ, അതും അദ്ദേഹത്തിൻ്റെ ഒരു ഫേമസ് ആയിട്ടുള്ള പെയിൻറ്റിംഗ് ആണ്. ഈ പെയിൻറ്റിങ്സിൻ്റെ മുകളിൽ ഇപ്പോഴും ഡിബേറ്റ് നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ എന്തുദ്ദേശിച്ചിട്ടാണ് അത് പെയിൻറ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ മുകളിൽ ഇപ്പോഴും ഡിബേറ്റുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്രയും ഫേമസ് ആയിട്ടുള്ള പെയിൻറ്റിങ്സ് ആണ്. പിന്നെ എന്താ പറയുന്നത്, അത് എക്സലൻസ് ഇൻ ആർട്ട് വാസ് നോട്ട് ലിമിറ്റഡ് ടു പെയിൻറ്റിങ്. സബ്ലൈം വർക്ക്സ് വർ ക്രിയേറ്റഡ് ഇൻ ദ ഫീൽഡ് ഓഫ് ആർക്കിടെക്ചർ, സ്കൾപ്ചർ ആൻഡ് മ്യൂസിക്. ഇത് പെയിൻറ്റിങ്ങിൽ മാത്രം ലിമിറ്റഡ് ആയിരുന്നില്ല, ആർക്കിടെക്ചറിലും സ്കൾപ്ചർ എന്ന് പറഞ്ഞാൽ കൊത്തുപണിയിലും മ്യൂസിക്കിലും ഒക്കെ അതിൻ്റേതായ മാറ്റങ്ങൾ കൊണ്ടുവന്നു. നെക്സ്റ്റ് എന്താ പറയുന്നത്, റിനൈസൻസ് ഇൻ സയൻസിലാണ്. സയൻസിലും അതിൻ്റേതായ മാറ്റങ്ങൾ കൊണ്ടുവന്നു. കോപ്പർനിക്കസ് ആണ് സോളാർ സിസ്റ്റമിൻ്റെ തിയറി പ്രൊപ്പോണ്ട് ചെയ്തത്. അദ്ദേഹമാണ് പറഞ്ഞത് സൂര്യന് ചുറ്റും ഭൂമിയാണ് കറങ്ങുന്നത്, അല്ലാതെ ഭൂമിക്ക് ചുറ്റും സൂര്യനല്ല എന്ന് പ്രൊപ്പോണ്ട് ചെയ്തത് കോപ്പർനിക്കസ് ആണ്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഗലീലിയോ ഗലീലി ടെലിസ്കോപ്പ് ഇൻവെൻറ്റ് ചെയ്തപ്പോൾ എന്ത് മനസ്സിലായി, ഈ കോപ്പർനിക്കസ് പ്രൊപ്പോണ്ട് ചെയ്ത ഈ തിയറി ട്രൂ ആണെന്ന് ഗലീലിയോ ഗലീലിയുടെ ടെലിസ്കോപ്പിൻ്റെ ഇൻവെൻഷനോടുകൂടി മനസ്സിലായി. ദാറ്റ് മീൻസ് ഗലീലിയോ ഗലീലി സയൻറ്റിഫിക്കലി പ്രൂവ്ഡ് ദാറ്റ് ദ തിയറി പ്രൊപ്പോണ്ടഡ് ബൈ കോപ്പർനിക്കസ് വാസ് ട്രൂ ആൻഡ് ആക്ച്വലി ദ എർത്ത് വാസ് റിവോൾവിങ് റൗണ്ട് ദ സൺ. പിന്നെ എന്താ ഫേമസ് ആയിട്ടുള്ള റിനൈസൻസ് പീരീഡിലുള്ള ചേഞ്ചസ് ഉണ്ടായിരുന്നത്, ദ ഇൻവെൻഷൻ ഓഫ് പ്രിൻറ്റിംഗ് പ്രസ് ബൈ ഗുട്ടൻബർഗ്. പ്രിൻറ്റിംഗ് പ്രസ് ഇൻവെൻറ്റ് ചെയ്തത് ഗുട്ടൻബർഗ് ആണ്. ഇറ്റ് ഓൾസോ ഹെൽപ്പ് ടു പ്രൊപ്പഗേറ്റ് ദ റിനൈസൻസ്. ഓക്കെ, അപ്പോൾ റിനൈസൻസ് ഇൻ സയൻസിൽ നിങ്ങൾ എഴുതേണ്ട 3 കാര്യമാണ്. സോളാർ സിസ്റ്റം പ്രൊപ്പോണ്ട് ചെയ്തത് കോപ്പർനിക്കസ് ആണ്. ഗലീലിയോ ഗലീലി ടെലിസ്കോപ്പ് ഇൻവെൻറ്റ് ചെയ്തതോടുകൂടി അത് സയൻറ്റിഫിക്കലി കോപ്പർനിക്കസിൻ്റെ തിയറി ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്തു. തേർഡ് വൺ, പ്രിൻറ്റിംഗ് പ്രസ് കണ്ടുപിടിച്ചത് ഗുട്ടൻബർഗ് ആണ്. നെക്സ്റ്റ് എന്താ വരുന്നത്, നെക്സ്റ്റ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ആണ്. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യനോ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സോ എന്തെങ്കിലുമായിട്ട് എന്തായാലും നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. അപ്പോൾ നോക്കാം നമുക്ക്. ദ റിലയൻസ് ഇൻ ദ ഫീൽഡ് ഓഫ് സയൻസ് ലെഡ് ടു ഇൻവെൻഷൻ ഓഫ് ന്യൂ മെഷീൻസ് വിച്ച് ബ്രോട്ട് അബൌട്ട് ഇമ്മൻസ് ചേഞ്ചസ് ഇൻ ദ ഫീൽഡ് ഓഫ് പ്രൊഡക്ഷൻ. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഡിക്രീസ്ഡ് ആൻഡ് ദ പ്രൊഡക്ഷൻ എഫിഷ്യൻസി ഇൻക്രീസ്ഡ്. റിനൈസൻസിൽ പുതിയ മെഷീൻസ് കണ്ടുപിടിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് എന്തുണ്ടായി, മെഷീൻസ് കണ്ടുപിടിച്ചതോടുകൂടി കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, സാധനങ്ങൾ ഉണ്ടാക്കാനുള്ള കോസ്റ്റ് അല്ലേ കുറഞ്ഞു. നമ്മുടെ ഉൽപ്പാദന ചെലവ് കുറഞ്ഞു, പക്ഷേ ഉൽപ്പാദനം കൂടുകയും ചെയ്തു. അപ്പോൾ അത് എന്തിനു വഴിവെച്ചു എന്നാണ് പറയുന്നത്, ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ. ഇൻഡസ്ട്രിയൽ ആകമാനം പുതിയ ഒരു ചേഞ്ചസ് കൊണ്ടുവന്നു, പുതിയ മാറ്റങ്ങൾ, വലിയ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നു. അത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷനിൽ വരെ എത്തി അല്ലേ. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിക്കുക. അപ്പോൾ ഇതിൽ ഞാൻ കുറേ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഹ്യൂമാനിസം എന്തായാലും നിങ്ങൾക്ക് എക്സാമിന് വരുന്നതാണ്. ഹ്യൂമാനിസം എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് ഓഫ് ഹ്യൂമാനിസം എന്ന് കൊടുത്തു. ഹ്യൂമാനിസം ത്രൂ ആണ് എന്തുണ്ടായത്, റിനൈസൻസ് ഉണ്ടായത്. റിനൈസൻസ് കൊണ്ട് ലിറ്ററേച്ചറിലും ആർട്ടിലും സയൻസിലും ഒക്കെ എന്തൊക്കെ ചേഞ്ചസ് വന്നിട്ടുണ്ടെന്നും നമ്മൾ പഠിച്ചു. നമ്മുടെ ഈ ലെസണിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് ഹ്യൂമാനിസവും റിനൈസൻസിലൂടെ വന്നിട്ടുള്ള ചേഞ്ചസും. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ലിസ്റ്റ് ഔട്ട് ദ ന്യൂ സീ റൂട്ട്സ് ആൻഡ് ദെയർ എക്സ്പ്ലോറേഴ്സ് ആണ്. നിങ്ങളുടെ ടെക്സ്റ്റിൽ ന്യൂ സീ റൂട്ട്സ് കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്, പക്ഷേ അതിൻ്റെ എക്സ്പ്ലോറേഴ്സിനെ പറ്റിയിട്ടൊന്നും പറയുന്നില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ടെക്സ്റ്റിൽ പറഞ്ഞ ഭാഗമാണ് ഫസ്റ്റ് എഴുതിയിട്ടുള്ളത്, വായിച്ച് നോക്കാം. Invasion of Constantinople by Turks necessitated the European traders to discover new sea routes to Asia. കോൺസ്റ്റന്റിനോപ്പിൾ ടർക്സ് കോൺക്വർ ചെയ്തതോടുകൂടി ഇറ്റ് നെസസിറ്റേറ്റഡ് ടു ഡിസ്കവർ ന്യൂ സീ റൂട്ട്സ് ടു ഏഷ്യ. കോൺസ്റ്റന്റിനോപ്പിൾ ഏഷ്യയുടെയും യൂറോപ്പിൻ്റെയും ഇടയിലായിരുന്നു അല്ലേ. അപ്പോൾ കോൺസ്റ്റന്റിനോപ്പിൾ ടർക്സ് കോൺക്വർ ചെയ്തതോടുകൂടി ദർ വാസ് നോ വേ ഫോർ ട്രേഡ് ബിറ്റ്വീൻ യൂറോപ്പ് ആൻഡ് ഏഷ്യ. ഏഷ്യയ്ക്കും യൂറോപ്പും തമ്മിലുള്ള ട്രേഡ് റിലേഷൻസ് പറ്റിയിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് എന്തിന് ഇമ്പോർട്ടൻസ് വന്നത്, പുതിയ സീ റൂട്ട്സ് കണ്ടുപിടിക്കാൻ ഉള്ള
ഇമ്പോർട്ടൻസ് വന്നത്. അത് കോമ്പസിൻ്റെ ഇൻവെൻഷനോട് കൂടി എന്തുണ്ടായി, പുതിയ സീ റൂട്ട്സും പുതിയ ഓഷ്യൻസും പുതിയ കോണ്ടിനെൻസും ഒക്കെ കണ്ടുപിടിച്ചു എന്നാണ് പറയുന്നത്. ഇനി 3 എക്സ്പ്ലോറേഴ്സിൻ്റെ പേര് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങളുടെ ടെക്സ്റ്റിലില്ല. ഞാൻ ജസ്റ്റ് ലിസ്റ്റ് ഔട്ട് ന്യൂ സീ റൂട്ട്സ് ആൻഡ് എക്സ്പ്ലോറേഴ്സ് എന്ന് പറഞ്ഞ കാരണം സീയുടെ എക്സ്പ്ലോറേഴ്സ് ആരൊക്കെയാണ്, ഫേമസ് ആയിട്ടുള്ള എക്സ്പ്ലോറേഴ്സ് ആരൊക്കെയാണ്, ട്രാവലേഴ്സ് ആരൊക്കെയാണെന്നുള്ളത് ഞാനൊന്ന് ലിസ്റ്റ് ഡൗൺ ചെയ്തതാണ്. വാസ്കോ ഡ ഗാമ, ഫസ്റ്റ് പേഴ്സൺ ടു ലിങ്ക് യൂറോപ്പ് ആൻഡ് ഏഷ്യ ത്രൂ സീ റൂട്ട്സ്. വാസ്കോ ഡ ഗാമയാണ് ആദ്യമായി യൂറോപ്പും ഏഷ്യയും തമ്മിൽ സീ റൂട്ട്സിലൂടെ ബന്ധിപ്പിച്ചത്. പിന്നെ പറയുന്നത് എന്താ, ക്രിസ്റ്റഫർ കൊളംബസ് ആണ്, കേട്ടിട്ടുണ്ടാവും. ഹീ ഈസ് നോൺ ആസ് ദി മാൻ ഹു ഡിസ്കവേർഡ് അമേരിക്ക ഡിസ്കവർ ചെയ്തത് കൊളംബസ് ആണെന്ന് പറയുന്നു. എസ്റ്റാബ്ലിഷ് ട്രേഡ് റൂട്ട്സ് ബിറ്റ്വീൻ ഏഷ്യ ആൻഡ് അമേരിക്ക, ഏഷ്യയും അമേരിക്കയും തമ്മിൽ ട്രേഡ് റൂട്ട്സ് എസ്റ്റാബ്ലിഷ് ചെയ്തത് ക്രിസ്റ്റഫർ കൊളംബസ് ആണ്. അദ്ദേഹമല്ല ഫസ്റ്റ് അമേരിക്കയിൽ കാലുകുത്തിയത്, പക്ഷേ അദ്ദേഹമാണ് അമേരിക്ക ഡിസ്കവർ ചെയ്തതെന്നാണ് പറയപ്പെടുന്നത്. മാർക്കോ പോളോ traveled through Asia, Afghanistan and China. The path they took is now known as the Silk Route. അദ്ദേഹം ഏഷ്യയും അഫ്ഗാനിസ്ഥാനും ചൈനയിലും ഒക്കെ ട്രാവൽ ചെയ്തു. അദ്ദേഹം അപ്പോൾ എടുത്തിരുന്ന റൂട്ടാണ് ഇപ്പോൾ സിൽക്ക് റൂട്ട് എന്ന പേരിൽ ഫേമസ് ആയി നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ പേരുകളൊക്കെ നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടിയാണ്. ഇത് നിങ്ങളുടെ വാസ്കോ ഡ ഗാമ മാത്രമേ നമ്മുടെ ടെക്സ്റ്റിൽ വരുന്നുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് എന്താ വരുന്നത്, മാച്ച് കോളം എ വിത്ത് കോളം ബി. മൊണാലിസ വാസ് ലിയോനാർഡോ ഡാവിഞ്ചി. ദ ലാസ്റ്റ് ജഡ്ജ്മെൻറ്റ് മൈക്കൽ ഏഞ്ചലോ. ദ സ്കൂൾ ഓഫ് ഏതൻസ് റാഫേൽ. ഗട്ടാമിലേറ്റ ഡൊണാറ്റെലോ. ഇത് മാച്ച് ദ കോളമാണ് നിങ്ങളുടെ ടെക്സ്റ്റിലുള്ളത്. ഓക്കെ, അപ്പോൾ ആകെ ഈ 3 ക്വസ്റ്റ്യൻസ് മാത്രമേ നിങ്ങളുടെ ലേറ്റസ്റ്റ് SS വരുന്നുള്ളൂ. ഇതിനേക്കാളും കൂടുതലും ക്വസ്റ്റ്യൻ ഞാൻ ഇതിൻ്റെ മുമ്പിലത്തെ ക്വസ്റ്റ്യൻ ആൻസർ സെഷനിൽ കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ലെസൺ പഠിക്കുമ്പോൾ, എക്സാമിന് പഠിക്കുമ്പോൾ ഇത് മാത്രം പഠിക്കാതെ ആ ക്വസ്റ്റ്യൻ ആൻസർ സെഷനും കൂടി ഒന്ന് നോക്കുക. ഓക്കെ, താങ്ക് യു.